എൻ്റെ പേര് സുജ. ഞാനിപ്പം വിളിച്ചത് ശരിക്കും ഈ മൂന്നാമത്തെ ഒരു പരാതിയും കൂടെ വന്നപ്പോൾ ശരിക്കും ഈ ജനങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ഈ അമ്മമാരും ഈ ജനങ്ങളും എല്ലാം കൂടെ നിൽക്കുന്നതെന്ന് ഇവർക്ക് ഇതുവരെ ആർക്കും മനസ്സിലാകുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാല് ഈ പെൺകുട്ടികൾ പരാതി പറയുമ്പോൾ പോയ ദിവസം ഈ ഹോട്ടലിൽ കൊണ്ടുപോയ ദിവസം അവരെ മുറിവേൽപ്പിച്ചു, ക്രൂരമായി പീഡിപ്പിച്ചു, അവരെ തുപ്പി അത് ചെയ്തു എന്ന് പറയുന്ന ഇവര് അന്ന് വന്ന് ഒരു ടിവിക്ക് മുമ്പിലോ ജനങ്ങളുടെ മുമ്പിലോ അല്ലെങ്കിൽ അവരുടെ ആരോടെങ്കിലും അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനിലോ പോയി അന്ന് ഈ തെളിവോടുകൂടി മുറിവോടുകൂടി ഇവരൊരു പരാതി പറഞ്ഞിരുന്നുവെങ്കിൽ ഈ കേരള ജനത മുഴുവൻ അവരുടെ കൂടെ നിന്നേനെ. കാരണം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഇനി എത്ര വലിയ ആളായാലും അവിടെ ജനം അദ്ദേഹത്തെ തള്ളിക്കളയും. കാരണം ഒരു പെൺകുട്ടി തെളിവോടുകൂടി നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. കേരളത്തിലെ ഈ ഇത്രയും ജനങ്ങൾ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ സമയത്ത് കാണിക്കാത്ത ആ ഒരു ആവേശം രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വേട്ടയാടാൻ തുടങ്ങി. കേരളത്തിന്റെ ഒരു ശബ്ദമായി രാഹുൽ മാറാൻ പോവുകയാണ്. ഇത് മനസ്സിലാക്കിയത് കൊണ്ട് ഈ മുഖ്യമന്ത്രിയും ഈ പ്രതിപക്ഷ നേതാവും എല്ലാം മനസ്സിലായി രാഹുൽ ഒരു ശബ്ദമായി വന്നു കഴിഞ്ഞാൽ സ്വന്തം പാർട്ടിയിലും അഴിമതി നടക്കില്ല, പ്രതിപക്ഷത്തും അഴിമതി നടക്കില്ല. അപ്പൊ ഇനി UDF വന്നാലും LDF വന്നാലും രണ്ടുപേരുടെ ഭാഗത്തുള്ള തെറ്റും രാഹുൽ വിളിച്ചു പറയും. അപ്പൊ അവർക്ക് ഉറപ്പായിട്ട് രാഹുലിനെ കളഞ്ഞേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഈ VD സതീശൻ ഈ മുഖ്യമന്ത്രി ഇനി രാഹുൽ ഏത് പാർട്ടിയിലാണോ രാഹുൽ നിൽക്കുന്നത് ആ പാർട്ടിയിൽ ഒരു തെറ്റ് വരാൻ രാഹുൽ സമ്മതിക്കില്ല. അപ്പൊ സ്വന്തം പാർട്ടിയിൽ ആ അഴിമതി നടത്താൻ രാഹുൽ സമ്മതിക്കില്ല എന്ന് സ്വന്തം പാർട്ടിയിലുള്ള VD സതീശന് അറിയാം. ഇനി വാരാനൊന്നും പറ്റത്തില്ല. രാഹുൽ വന്നാൽ ഒരു വലിയ ശബ്ദമായിട്ട് മുഴക്കമായി മാറും. അത് എതിർ പാർട്ടികളോട് നമ്മൾ ചെയ്യുന്നത് രാഹുൽ പാർട്ടിയോടായാലും ചെയ്യും. അപ്പൊ ഒരിടത്തും അഴിമതി നടക്കില്ല മനസ്സിലാക്കിയത് കൊണ്ട് ഇവർക്ക് രാഹുലിനെ കളയണം. ഈ രാഹുലിനെ കളയാൻ വേണ്ടി മാത്രം ഇവര് എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് 3 പാർട്ടിക്കാരും ഉണ്ട്, ഇതെല്ലാവരും ഉണ്ട് ഒത്തുചേർന്ന് ഈ പയ്യനെ വേട്ടയാടുന്ന സമയത്ത് ഇവര് മനഃപൂർവ്വം ഒരു കൊണ്ടുവന്നതാണെന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും നല്ലതുപോലെ മനസ്സിലായത്. ഇപ്പോഴും ഈ 3ാമത്തെ പരാതി വന്നിട്ടും രാഹുൽ ഞങ്ങൾ അതാണ് ഇവര് അന്ന് പീഡിപ്പിച്ച ദിവസം വന്ന് ഇവര് പറയണമായിരുന്നു എന്നെ ഇങ്ങനെ പീഡിപ്പിച്ചു. രാഹുലല്ല ഇനി അവന്റെ ദൈവം വന്നിരുന്നാൽ പോലും ജനങ്ങൾ പറയും പോടാൻ, ആരും കൂടെ നിൽക്കത്തില്ല. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം കുറെ പച്ച കള്ളങ്ങൾ നിരത്തി രാഹുൽ ഉയർന്നു വരുന്ന സമയത്ത് ആ പയ്യൻ വീണ്ടും വീണ്ടും ഇങ്ങനെ ക്രൂരമായി വേട്ടയാടുന്നത് ജനങ്ങൾക്ക് മനസ്സിലാകില്ലേ? ഇതെന്തുകൊണ്ട് ഈ പത്രക്കാര്, ഈ മാധ്യമ പ്രവർത്തകര്, ഈ അല്ലെങ്കിൽ ഈ പാർട്ടിക്കകത്തിരുന്ന് രാഹുലിനെ ഇങ്ങനെ കുറ്റം പറയുന്ന ആൾക്കാരെല്ലാം എന്തുകൊണ്ട് ഇത് ആർക്കും മനസ്സിലാകുന്നില്ലേ? കേരളത്തിലെ ജനങ്ങൾക്ക് ഈ സത്യസന്ധമായ കാര്യം മനസ്സിലായി. ഉച്ചക്കള്ളം 2 വർഷത്തിന് ശേഷമോ 1.5 വർഷത്തിന് ശേഷമോ അല്ല വന്ന് പറയാൻ. ആ പിടിപ്പും തൊങ്കലും വെച്ചൊരു കഥ ഉണ്ടാക്കി. ഇപ്പൊ വന്ന ഈ 3 കേസിലും ഒരാള് തന്നെയാണ് എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. വ്യക്തമായി നമുക്ക് മനസ്സിലാവും. ഇത് ഒരാള് കൃത്യമായി 3 പരാതി. നിങ്ങൾക്ക് നീതി കിട്ടണമായിരുന്നു എന്നാണ് യഥാർത്ഥ ആഗ്രഹമായിരുന്നു. നിങ്ങൾ അതിജീവിത എന്ന് ഞങ്ങൾ എല്ലാവരും സ്നേഹത്തോട് ഞങ്ങൾ നിങ്ങളെ പരിഗണിക്കണമായിരുന്നുവെങ്കിൽ അന്ന് പറയണം. അല്ലാതെ വർഷങ്ങൾക്ക് ശേഷം ആ പയ്യൻ അതും ഒരു വരുന്ന സമയത്ത് അപ്പൊ ഇപ്പൊ വന്ന് പറയുന്ന ഇവരെ ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾ ഇവരുടെ കൂടെ നിൽക്കണോ? അതിജീവിതം എന്ന് പറയണോ? ഒരു പെണ്ണൊരുമ്പട്ട് ഇറങ്ങിയാൽ ബ്രഹ്മന് തടുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പണ്ട് പറയും. അതുകൊണ്ട് ഈ ആണുങ്ങൾക്ക് എനിക്കും ഉണ്ടൊരു മകൻ, എനിക്കും ഉണ്ടൊരു ഭർത്താവ്, നാളെ നമുക്കും ഇത് വരാം. അപ്പൊ എന്തുകൊണ്ട് കേരള ജനത ഈ പെൺകുട്ടികളുടെ കൂടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇവരന്ന് പറയാതെ ഇന്ന് വന്ന് ഈ പയ്യനെ തകർക്കാൻ, ഈ പയ്യനെ കളയുക. കാരണം കേരളത്തിൽ ഇനി കാണാതിരിക്കും. രാഹുൽ മാങ്കൂട്ടം വന്നാൽ എല്ലാവർക്കും കൈയിട്ട് വരിക, അവനവന്റെ കീശ വീർപ്പിക്കുക, അവരവരുടെ മക്കളുടെ പേരിൽ വിദേശത്ത് ഇതുണ്ട് ഓരോ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിടുക, ബിനാമി. ഈ ഇടപാടെല്ലാം ഇവർ നടത്തുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഈ ഓരോ നേതാക്കന്മാരിലും അവരുടെ കൈയിട്ട് വാരാനാണ് അവർ ഇതിൽ വന്നത്, അല്ലാതെ ജനങ്ങളെ സേവിക്കാനല്ല. പക്ഷെ രാഹുൽ മാങ്കൂട്ടം ഇന്ന് വരെ ശബ്ദിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലെ എല്ലാ അഴിമതിയും വെളിച്ചത്ത് കൊണ്ടുവരും. ആ പുള്ളി അത് കൊണ്ടുവരുമെന്ന് ഈ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ പേടിയുന്നുണ്ട്. അത് ഇവരുടെ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഒത്തുകളിയാണിത്. അപ്പം ഈ അഡ്വക്കേറ്റ് എല്ലാവരും പറയുന്നുണ്ട് ഇത് കള്ളമാണ്. കാരണം അവരെത്രയോ വലിയ വലിയ കേസുകൾ ബാധിച്ച വക്കീലുമാരാണ്. അവര് പൊളിച്ചെടുക്കുകയാണ്.
ഈ ഓരോ പരാതികൾ. അപ്പൊ ഇതെല്ലാം ജനങ്ങൾ കാണുമ്പോൾ ജനങ്ങൾ ഇത് മനസ്സിലാക്കുന്നില്ലേ? അതുകൊണ്ട് ആ രാഹുൽ മാങ്കൂട്ടത്തിനെ മനഃപൂർവ്വം വേട്ടയാടുകയാണ്. എന്റെ പേര് മോളി എന്നാണ്, ട്രിവാൻഡ്രം നെടുമങ്ങാട്. വലിയ കഷ്ടം തന്നെ കേട്ടോ ആ മാങ്കൂട്ടത്തിന്റെ കാര്യം. ആദ്യത്തെ കേസ് ഉണ്ടായപ്പോഴും നിങ്ങൾ ഓരോന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഞാൻ മെസ്സേജ് ഒക്കെ അയച്ചിരുന്നു, സപ്പോർട്ട് ചെയ്തു. ഞാൻ ട്രിവാൻഡ്രംകാരിയാണ്. പക്ഷെ ഞാൻ പ്രസവിക്കാത്ത ഒരു മകനാണ് അവൻ. ഇത്രമേൽ ആ ഒരു കുട്ടിയെ ഇട്ടുകൊണ്ട് ചവിട്ടി തേക്കേണ്ട വല്ല കാര്യമുണ്ടോ? അവനൊരമ്മയുണ്ട്, ഒരു സഹോദരിയുണ്ട്, അവനൊരു അളിയനുണ്ട്. അവരുടെ കുടുംബത്തിലും ഇല്ലേ ആൺപിള്ളേരും പെൺപിള്ളേരും ഒക്കെ? ഇവന് അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഈ മാങ്കൂട്ടത്തിനെ മാത്രം ഈ കല്യാണം കഴിച്ച പെണ്ണുങ്ങൾ അന്വേഷിച്ച് പിടിച്ച് ചെല്ലുന്ന എന്തിനാ? അതാണ് ചോദിക്കാനുള്ളത്. മാങ്കൂട്ടത്തിനെ മാത്രം, വേറെ എത്രയോ നാട്ടിൽ കിടക്കുന്ന എത്രയോ ആൾക്കാരുണ്ട്, എത്രയോ പയ്യന്മാര് പെണ്ണ് കെട്ടാത്തവരുണ്ട്. അവരെയൊക്കെ തേടി പിടിച്ചു പോട്ടെ. ഈ പാവം പിടിച്ച ചെറുക്കന്റെ മണ്ടേ തന്നെ ഇവളുമാര് ചെന്ന് കയറുന്ന എന്തിനാ? അത് ഒരു വലിയ കഷ്ടം തന്നെ കേട്ടോ. ഇപ്പോഴത്തെ ഈ കേസ് മനഃപൂർവ്വം പെടുത്തിയതാണ്. ആ കേക്കച്ചൻ എന്ന് പറയുന്നവനാണ് ഇതെല്ലാം ആസൂത്രണം ചെയ്തിട്ട് പമ്മിയിരിക്കുകയാണ്. മോള് തന്നെ, അല്ലാതെ വേറൊന്നുമല്ല. മോളെ പോലെ കരുതുന്നു എന്ന് പറയണ്ട, മോള് തന്നെ. അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേക്ക് ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ആ കേക്ക് മുറിക്കാൻ അവിടെ ചെല്ലുവോ? ചെല്ലൂല്ലല്ലോ. പക്ഷെ അവക്ക് ഇവനെ വേണം, ഈ മാങ്കൂട്ടത്തിനെ വേണം. പക്ഷെ അത് ഇങ്ങനെ ഒരു കേസ് ഉണ്ടാവുമ്പോ അവള് മനസ്സിൽ വിചാരിച്ചു, എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നിനക്ക് വിഷമമാണെങ്കിൽ ഇവൻ നേരെയാവാൻ വേണ്ടി പറഞ്ഞാണ്, എന്നാ പിന്നെ നിനക്ക് ഒരു കാര്യം ചെയ്യും, നിനക്ക് വിഷമമാണെങ്കിൽ നിന്നെ ഞാൻ കല്യാണം കഴിച്ചോളാം എന്ന് ഇവൻ പറയാൻ വേണ്ടിയിട്ട് അവള് ഉണ്ടാക്കിയ വിഷയമാണ്. പക്ഷെ അതിലവൻ വീണില്ല. അത് ചീറ്റിപ്പോയി. രണ്ടാമത് വേറൊരു കേസ് ഉണ്ടാക്കി, അതിലും ചീറ്റിപ്പോയി. ഇപ്പൊ ഇതാ മൂന്നാമത് വേറൊന്നുണ്ടാക്കി. ഇത് വേറൊന്നുമല്ല, കേക്കച്ചന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇനി എന്തായാലും മാങ്കൂട്ടത്തിനെ അവക്ക് കിട്ടൂല. അപ്പൊ ഒരു കാര്യം ചെയ്യും, മാങ്കൂട്ടത്തിനെ വെളിയിൽ ഇറക്കണം. ആ സീറ്റിൽ അവൾ ഒരിക്കൽ പറഞ്ഞില്ലേ, ഞാൻ പാലക്കാട് മത്സരിക്കൂല. ആ സീറ്റില് ഇവക്ക് അവിടെ മത്സരിക്കണം, കോൺഗ്രസിന്. പക്ഷെ ഇവള് പാലക്കാട് ചെന്നിറങ്ങിയ ഇവളെ അവിടെയുള്ള പെണ്ണുങ്ങള്, അവിടെയുള്ള സ്ത്രീ ജനങ്ങൾ ചൂല് കൊണ്ടോടിക്കും. അതിന് ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവള് ആദ്യം ഈ വിഷയം ഉണ്ടാക്കിയത്. ആ മാങ്കൂട്ടം സത്യം പറഞ്ഞ ചെറുക്കന്റെ മുഖത്ത് നോക്കാൻ ഒരു വിഷമം തന്നെ. ആ അമ്മ എങ്ങനെ സഹിക്കുന്നു എന്ന് ഞാൻ എന്റെ ഭർത്താവും കൂടെ ഇന്നലെ രാത്രിയിലും പറഞ്ഞ്, ഞങ്ങൾക്ക് ഇത് കേട്ടപ്പോ, ഈ വാർത്ത കേട്ടപ്പോ ഞങ്ങൾ ആകെ അപ്സെറ്റപ്പായി. എല്ലാത്തിൽ നിന്നും ഊരി വന്ന് അടുത്തത് അവൻ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കയറാം, അല്ലെങ്കിൽ സീറ്റ് കൊടുത്തില്ലെങ്കിൽ, കോൺഗ്രസിന്റെ സീറ്റ് കൊടുത്തില്ലേ അവൻ സ്വതന്ത്രനായിട്ട് മത്സരിക്കും. ദൈവമേ മത്സരിക്കണേ എന്ന് ഞങ്ങൾ സത്യം പറഞ്ഞ് ഞാനും എന്റെ ഭർത്താവും കൂടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കേസ് ഇവൻ എങ്ങനെയായാലും ഊരി പോകാൻ വേണ്ടി സത്യം പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതുപോലെ തന്നെ. ഇത് വേറെ ഒന്നുമല്ല, ഇത് AKG സെന്ററിൽ നിന്ന് ചെയ്യിച്ച വേലയാണിത്. ഇന്നലെ ചെറുക്കനെ ജയിലില് വസ്ത്രം പോലും ഉരിഞ്ഞ് മാറ്റി നിർത്തി എന്നൊക്കെയാണ് പറയുന്നത്. ഉള്ളതിൻ്റെ അകത്തോന്ന് അറിഞ്ഞുകൂടാ. പക്ഷെ യവനെ പൂട്ടാൻ വന്ന മറ്റേ പോലീസുകാരുടെ എല്ലാം തൊപ്പി തെറിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ കോടതി പറഞ്ഞിരിക്കുന്നതാണ് യവനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലാന്ന്. അപ്പൊ കോടതിയെ വെല്ലുവിളിച്ചോണ്ടല്ലേ ഇവരെ അറസ്റ്റ് ചെയ്ത്. കോടതി പറഞ്ഞിരിക്കുന്നല്ലേ ഇവനെ അറസ്റ്റ് ചെയ്യരുന്ന്. അപ്പൊ വേറൊരു കേസിന് പൊക്കിയിട്ടോണ്ട് വേറൊരു കേസ് കുത്തിപ്പൊക്കിയോണ്ട് ഇപ്പൊ കേൾക്കുന്ന രാഹുൽ എന്ന് പറഞ്ഞത് വേറെ ഒരാളാണ് സത്യാവസ്ഥയെന്ന്. സത്യത്തില് ഇത് തെറ്റുപറ്റിപ്പോയെന്ന് എന്ന് വേറൊരു ചാനൽ ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. ഈ ചാനലുകാരന്മാർക്ക് വേറെ ഒരു ജോലിയില്ലേ? ഇവന്മാരൊന്നും വീട്ടിൽ അമ്മ പെങ്ങന്മാരൊന്നും ഇല്ലേ? ഇവന്റെ ഒന്നും വീട്ടിൽ അമ്മ ഇല്ലേ? എന്റെ സഹോദരി ഇല്ലേ? ഇങ്ങനെ അല്ലെങ്കിൽ അനിയനില്ലേ? മക്കളില്ലേ? ഇങ്ങനെ ഒരു പയ്യനെ ഇട്ടുകൊണ്ട് ഇങ്ങനെ പിച്ചെടുക്കുന്ന എന്തിനാണ്? ഏറ്റവും വിഷം ആ അരുളാണ്. അവനാണ് ഈ ചാനലിന്റെ ഏറ്റവും ഭയങ്കര വിഷം. പോയിട്ട് പിന്നെ രണ്ടാമത് ന്യൂസ് 18 അവരും അതില് ഭയങ്കര വിഷമാണ്. അവരാണെങ്കിൽ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അത് പൊക്കി പിടിച്ചോണ്ട് പോണം. ആ വർത്തമാനങ്ങൾ കേൾക്കണം. ഇപ്പൊ മാങ്കൂട്ടത്തിനുണ്ടായ വിഷയം രാഹുൽ ഈശ്വർ ചോദിക്കും പോലെ തന്നെ ഇവര് ക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇവള് പറയുന്നു നമുക്ക് ഫ്ലാറ്റ് വാങ്ങാന്ന് പറയുന്നു. പിന്നെ ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അവിടെ അവന് അടിവസ്ത്രം വാങ്ങിച്ചു കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, ഇവൻ ഈ MLA ജോലി ചെയ്യുന്ന ആള്, MLA ആയിട്ടിരിക്കുന്ന അവന് എത്ര രൂപ ശമ്പളം ഉണ്ട്? അവനൊരു ചെരുപ്പ് വാങ്ങിക്കാനോ ഒരു അടിവസ്ത്രം വാങ്ങിക്കാനും കഴിവില്ല. അവന്റെ വീട്ടിൽ അതിനുള്ള സാമ്പത്തികമുണ്ട്. അവന്റെ അമ്മ വാങ്ങിച്ചു കൊടുക്കും അവന് ഈ വക സാധനങ്ങളൊക്കെ. ഈ നാട്ടിൽ കിടക്കുന്ന പെണ്ണുങ്ങൾ വേണോ വാങ്ങിച്ചു കൊടുക്കാന്? എവളുമാര് ഒരു കാലത്തും ഗുണം പിടിക്കൂല. പിന്നെ ഉമ്മൻചാണ്ടി ഇട്ട് കോലം കെട്ടി ഇപ്പൊ ഞാൻ അങ്ങനെ കിടക്കുന്നു, ഇനി ഞാൻ ചാവാറായി കിടക്കുന്നു എന്ന് പറഞ്ഞ പോലെ അതുപോലെ തന്നെ സംഭവിക്കും. എത്രയോ അമ്മമാരുടെ പ്രാക്ക്. അതുപോലെ തന്നെ രണ്ടാമത്തെ ആ പെണ്ണ് ഇപ്പൊ അത് മുങ്ങി. ഇപ്പൊ അത് വെളിച്ചത്തില്ല.
ഇപ്പൊ ആ ഒരു വിഷയമില്ല, അടുത്തത് വേറൊന്ന് പൊട്ടിക്കൊണ്ടുവരിക. ഇനിയിപ്പൊ മിനിയാന്നെങ്ങാണ്ട് ഒരു ചാനലിൽ പറയുന്നിട്ട് അടുത്ത ഒരു 17-കാരിയുടെ കേസാ വരുന്നെന്ന്. ഇവ സത്യത്തില് ഈ പയ്യൻ എല്ലാവരുടെ അടുത്തും സന്തോഷമായിട്ടും സൗമ്യമായിട്ടുമാണ് വർത്താനം പറയുന്നത്. നമ്മൾ ആ ഒരു നടി വന്നപ്പം നടിയെ കെട്ടിപ്പിടിച്ചത് കണ്ടില്ലേ? ഞാൻ സത്യത്തിൽ ഞാനും എന്റെ ഭർത്താവും കൂടെ പറഞ്ഞു, ഇവളെങ്ങാനും ഇവനൊന്ന് കെട്ടിയാ മതിയായിരുന്നു. ഒരു പയ്യൻ ഒരു പെൺകുട്ടിയെ കെട്ടിയെങ്കിൽ ഇത് കുറച്ചങ്ങ് അടങ്ങിയനായിരുന്നു. ഇവൻ പെണ്ണ് കെട്ടാൻ നിൽക്കുന്നതാണ് ഇത്ര വലിയ വിഷയം. പെണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ ആരും കൂടുതലായിട്ട് ചുരണ്ടാൻ പോകില്ല. വരുന്ന പെണ്ണുങ്ങളെല്ലാം അവനെ തന്നെ അവരുടെ കുടുംബ പരിഹാരത്തിന് വിളിക്കുന്നു. നാട്ടിലെങ്ങും ഇല്ല, വേറെ ആണുങ്ങളില്ല, പഞ്ചായത്തില്ല, അല്ലെങ്കിൽ ഭർത്താവിന്റെ ആൾക്കാരുടെ കോടതിയില്ല, അല്ലെങ്കിൽ ഇപ്പം കോടതി ഉണ്ടല്ലോ ഇഷ്ടം പോലെ. ഭാര്യ ഭർത്താവിനെ തമ്മിൽ വേർതിരിക്കാനും അവരെ യോജിപ്പിക്കാനും ഒക്കെ പ്രത്യേക കോടതികളുണ്ടല്ലോ. അവിടെയൊക്കെ ചെന്നില്ലേ പരാതി പറയണ്ട, ഈ MLA തന്നെ പറയണം. MLA പറഞ്ഞാൽ അവൻ തീർത്തു കൊടുക്കും. അവൻ തീർത്തു കൊടുക്കും വേറെ രീതിയിൽ കൂടെ. മറ്റേ ഗൗരി പറഞ്ഞ പോലെ തന്നെ അതിന്റെ ശക്തി എത്രയുണ്ടെന്ന് അളക്കാന്. ഈ കോൺഗ്രസില് ഇവനെതിരെ ഏറ്റവും കൂടുതൽ പാരപണത് ആരാണ്? ഇവനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആരാണ് കോൺഗ്രസിലെ? കേക്കച്ചൻ. ഇപ്പൊ വന്ന് വേറൊരു വാർത്തയാ, രാഹുല് MLA സ്ഥാനം രാജിവെക്കും, DD സതീശൻ അവിടെ മത്സരിക്കും, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും. ഇവനിനി മത്സരിക്കാൻ പറ്റൂലേ കേസായപ്പോഴ്? ഒന്നുമില്ല, അതൊക്കെ ചുമ്മാ ഇവന്മാരുടെ ഇവന്റെ ഈ കേക്കച്ചന്റെ പൈസ മേടിച്ച് തിന്നുന്നവന്മാര് പടച്ചുവിടുന്ന സാധനങ്ങളല്ലേ. സത്യം പറഞ്ഞ ഇതൊക്കെ കേൾക്കുമ്പോ സത്യം ദൈവത്തോട് എത്ര പ്രാർത്ഥിക്കുന്നറിയാവോ? സത്യമേ എന്റെ കുഞ്ഞിനെ ഒന്നും വരുത്തല്ലേ എന്ന്. ഞാൻ എത്ര ദൂരെ ഇരിക്കുന്നു, ഞാൻ അവനെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷെ കണ്ടാൽ ഓടിച്ചെന്നൊന്ന് ഞാൻ കെട്ടിപ്പിടിച്ചനായിരുന്നു. പക്ഷെ എന്നാലും എനിക്കുണ്ട് ഒരു മോന്, 32 വയസ്സായി. ഞാൻ ചോദിക്കുന്നത്, ഇന്ന് എന്റെ മോനാണ് സംഭവിക്കുന്നെങ്കിൽ നമ്മളത് എങ്ങനെ സഹിക്കണം? നമുക്കും ഇല്ലേ മക്കള്? നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ഒന്ന് സംഭവിച്ചു പോയാൽ നമ്മളത് എത്ര ഉൾക്കൊള്ളും? നമുക്ക് ഉറങ്ങാൻ പറ്റും? കൊല്ലം മുഖത്തല മോനെ, എനിക്കും രാഹുലിന്റെ പ്രായത്തിലുള്ള ഒരു മോനുണ്ട്, ഖത്തറിലാണ് അവന് പണി. എന്റെ പൊന്നു മോനെ, ജെട്ടിയും ഉടുപ്പും പാവാടയൊക്കെ അവന് മേടിച്ചു കൊടുക്കാനേ അവന്റെ അമ്മയ്ക്ക് പെൻഷൻ കാണും, അവന്റെ അച്ഛൻ ആർമിയിലായിരുന്നു, ആ പെൻഷൻ കാണും. എവളുമാര് ജെട്ടിയും പാവാടയും മേടിച്ചു കൊടുത്ത് വേണോ പൊന്നു മോനെ രാഹുലിന് താമസിക്കാൻ, സൗന്ദര്യം കാണാനും? 2-3 എണ്ണം ഇങ്ങനെ അവനെ വേണം. പക്ഷെ അവന്റെ വീട്ടുകാര് നല്ലൊരു കുടുംബക്കാരാ. അവന് പേടിയുണ്ട്. അവൻ നിൽക്കുന്നിടത്തോട്ട് ഇങ്ങനെ ഓരോന്ന് കൊണ്ടു കൊടുക്കുമ്പോ അവൻ എന്തോ ചെയ്യാനാ പൊന്നു മോനെ? പിന്നെ നല്ലോണം പഠിച്ച് നല്ല മാസ്റ്റർ ഡിഗ്രി എടുത്ത ഒരു മോനാ. പക്ഷെ അവനെ ഈ ചതിച്ച കോൺഗ്രസ്സുകാരന്മാരും ഈ കേക്കച്ചനും യുവമാരെല്ലാം കൂടെ അവനെ അങ്ങ് ഒരു പരുവാക്കി. അതേപോലെ തന്നെ ആ ഡാൻസുകാരി കണ്ടാ മെനയാന്ന് കുപ്പായോട്ടും കൊണ്ട് കളിക്കുന്നത്, അവളെ കൂടെ ഇറക്കിയ ഇതിനകത്ത്. ആദ്യം വന്ന ഒരു സാധനം ഉണ്ടല്ലോ നടിയെന്നും പറഞ്ഞ്, ഇത് കാനഡയിൽ പോയി എല്ലാരും കൂടെ ഒപ്പിച്ച് ഇങ്ങോട്ട് പയ്യെ വിട്ടുകൊടുക്കുക. ഇതിനകത്ത് യാതൊരു അഡ്രസ്സും ഉള്ള പരിപാടിയല്ല. കാര്യം രാഹുല് തൊടുമ്പോ എല്ലാം ഗർഭിണിയാവിയ. അതെന്തുവാ പൊന്നുമോനെ? അതൊന്ന് ആലോചിച്ചു. രാഹുല് തൊടുമ്പോ ഇവരെത്രയും ഗർഭിണിയാവിയ. അതും ബന്ധം ഇല്ലാത്തതും ഭർത്താവുള്ളതും തിരക്കിയിരിക്കാന്നോ രാഹുല്? അപ്പൊ ഭർത്താവില്ലാത്തവളുമാരെല്ലാം വരാൻ പറ, രാഹുലുണ്ടെന്ന് പറ തന്റേടമായിട്ട്. ഒരു വിദ്യാഭ്യാസം ഒരു MLA നേരെ എങ്ങനെ ചെല്ലുന്ന അവന്റെ ഇതുകൊണ്ട് ചിലപ്പം ആളുകൾ കൊണ്ടുവച്ചു കൊടുത്താൽ ചിലപ്പോ അവൻ ചെന്ന് കയറി കാണും. അത് ആണ് കെട്ടാൽ അരക്കേട് മോനെ, പെണ്ണ് കെട്ടാൻ മുഴുക്കേട്. കഴിഞ്ഞിട്ട് ബലാത്സംഗം ചെയ്തെന്നൊന്നും നിലവിളിയും. അതങ്ങനെ ബലാത്സംഗം ചെയ്യുന്നേ? എവളുമാരെല്ലാം ഇങ്ങനെ അവിടെ ഇവിടെ കിടന്ന് ഉഴഞ്ഞതിന് ശേഷം അല്ലേ ഇങ്ങനെ പിടിച്ചു വരുന്നതെന്ന് വെച്ചാൽ എവനെ പിടിച്ചെടുക്കണം. അവ ഒരു കുടുംബക്കാരനാ. അവിടെ ചെന്ന് കയറണം അവരെ വീട്ടിൽ. പക്ഷെ അവര് ചെത്തിയറ്റത്ത് കയറ്റത്തില്ല. അവന് പെണ്ണ് കിട്ടിയില്ലേലും ഞങ്ങൾ കെട്ടിച്ചു കൊടുക്കാം. അങ്ങോട്ട് കെട്ടാലെ ജോലിയുള്ള സുന്ദരി പെൺപിള്ളാരെ ഇഷ്ടം പോലെ പെൺകൊച്ചുങ്ങള് ഞങ്ങൾ കെട്ടിച്ചു കൊടുക്കാം. നാട്ടുകാരായ അമ്മമാര് നിന്ന് അവന് കെട്ടിച്ചു കൊടുക്കും. ഈ മറ്റേ മോളുമാരെ ഇത്രയും കൂടെ പിടിച്ചു വെച്ചും കൊണ്ട് മറ്റവനുണ്ടല്ലേ കുനിഞ്ഞു നോക്കുന്നേ, റെയിൻകോട്ടും കൊണ്ട് ചെല്ലുന്നേ, അവനെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തണം, യവനെ രക്ഷപ്പെടണം. ഈ സ്വർണം ഇത്രയും കൊണ്ടുപോയേക്കുന്ന ദുബൈയിലും കാനഡയിലുമാ. അവിടെ അവൻ ഫ്ലാറ്റും ഒക്കെ വെച്ചിട്ട് അവൻ ഇവിടുന്ന് ക്യാൻസർ രോഗത്തിന് നാളെ ദൈവം അമ്മക്ക് എന്ത് വെക്കുന്നെന്നറിയില്ല. അവിടെ ചെന്നവന് ചികിത്സിച്ച് അവിടെ കിടന്നുറങ്ങണം. അവന്റെ മരുമോനാരാ? കമ്പോളം തോറും നടന്നു അവൻ ലിവിങ് ടുഗദറായിട്ട് നടന്നമ്മ ചൊല്ലി അവൻ കയറി പറ്റിയത്. എല്ലാ കള്ളത്തിനും അവനാ മെയിനായിട്ട് കൂട്ടി. നിങ്ങൾക്കൊന്നും അറിഞ്ഞൂടാ ഇതെവിടുന്നാ വരുന്നതെന്ന്. കോൺഗ്രസ്സുകാർ നല്ലത്. ഏത് കോൺഗ്രസ്സുകാരനാ നല്ലത്? ഞാനൊരു കോൺഗ്രസ്സുകാരിയാ. പക്ഷെ വെറുത്ത് ഒരുത്തനും ഇനി വോട്ട് ചെയ്യത്തില്ല.
ഈ കേക്കച്ചൻ ഇതെല്ലാം ആസൂത്രണം ചെയ്തിട്ട് അവൻ പമ്മി നടക്കുന്നുണ്ട്. ഇപ്പം മിണ്ടുന്നില്ല അവൻ. ഇവൻ പോകുമ്പോ ഉടനെ രാഹുലിന് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും രാഹുലിന് ഇതേപോലുള്ള പ്രശ്നം വരിക. ഇതിന്റെ നടുക്കൊരു ലെറ്റർ അയച്ചല്ലേ, അത് ഈ പോലീസുകാരന്മാരെല്ലാം കൂടെ ഇത് മൂന്നും ശരിയാക്കിക്കുന്ന ഒരൊറ്റ കൈപ്പടയല്ല. ഇതെല്ലാം വക്കീലന്മാർക്ക് മനസ്സിലായോ? അവൻ നല്ല ഉയരങ്ങളിൽ പോവും, അവൻ വരട്ടെ, അവൻ സ്വതന്ത്രനായിട്ട് ഇരിക്കട്ടെ. പക്ഷെ ഞങ്ങളെ ഈ നാട്ടിലാണെങ്കിൽ അവനെ ഞങ്ങൾ പെണ്ണുങ്ങൾ ഇറങ്ങി ജയിപ്പിച്ചു. അവനെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ജില്ല മാറിപ്പോയി. അവനെ കെട്ടിപ്പിടിച്ചൊരു മുത്തം കൊടുക്കുക ഈ അമ്മമാർക്ക് സന്തോഷമാണ് കേട്ടോ. അതേപോലെ ഇരിക്കുക. എനിക്ക് അതേ പ്രായത്തിലുള്ള ഒരു മോനും 4 കുഞ്ഞു മക്കളും ഉണ്ട്. എന്റെ മോളെ ഒരു മെമ്പറായിരുന്നു. സഹിക്കുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ നാണവും മാനവും കെട്ട് അപരാധികളായ മക്കള് 2 മക്കൾ. എനിക്ക് ഒരുത്തൻ മോൻ BSc കാരനും മോള് BA കാരിയാ. ഞാൻ അതേപോലെ പഠിപ്പിച്ചതാ. എന്റെ മക്കളൊന്നും വഴി തെറ്റിയില്ല. അവൻ ഇത്രയും നാൾ വഴി തെറ്റാതെ ഈ MLA ആയപ്പോ എന്താ മോനെ വഴി തെറ്റുന്നേ? അവൻ പിന്നെ ഇത്രയും പഠിച്ചും വന്ന് ആ പൊന്നുമോൻ ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങണ്ടായിരുന്നു. കപടമല്ല ഇതിൽ നടക്കുന്ന കള്ളവും കൊലയും ചതിയും. അതുപോലെ തന്നെ വയസ്സായി 80 വയസ്സാവാറായി ഉമ്മൻചാണ്ടിയെ വിട്ടോ? അവളെ അനുഭവം ഇപ്പൊ എന്തുവാ? അതേപോലെ ഈ ഇന്നി കിടക്കാമോ? എന്റെ പേര് ആലിയ അബ്ദുള്ള. കാസർഗോഡ് ജില്ലയില് കാഞ്ഞിരടുക്കം എന്ന സ്ഥലത്താണ് ഞാനുള്ളത്. പെരിയ കാഞ്ഞിരടുക്കം. ഇവര് ഈ ഇലക്ഷൻ ആവുമ്പോഴത്തേക്കിനും അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടും സ്വർണ്ണക്കൊള്ളയ്ക്കും എല്ലാത്തിനും മറികടക്കാൻ വേണ്ടിയിട്ടല്ല ഈ രാഹുലിന്റെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കുന്നത്. ഈ രാഹുലിനൊരു അമ്മയും ഒരു സഹോദരിയും ഉണ്ടെന്നുള്ള കാര്യമെങ്കിൽ ഇവന്മാര് ചിന്തിക്കണ്ടേ? തന്ത്രിന്ന് ഇപ്പൊ മന്ത്രിയിലേക്ക് എത്തുന്നതുകൊണ്ടല്ലേ ഇപ്പൊ ഒന്നാമത് രാഹുലിനെ ഇങ്ങനെ ചെയ്യുന്നത്. വളരെ സങ്കടമുണ്ട് ആ ചെറുപ്പക്കാരനെ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു അപമാനിക്കലിന്റെ നെറുകയിലെത്തിക്കുന്നതിന്. ഇതിനുള്ള ശിക്ഷ ഇവർക്ക് തീർച്ചയായിട്ടും കിട്ടണം സാറേ. സാറിന്റെ എല്ലാ വീഡിയോയും ഞാൻ കാണുന്നുണ്ട്. ബീന, എവിടുന്നാ വിളിക്കുന്നേ? പാലക്കാട്. ഞാനേ ഒരു അമ്മയാണ്. രാഹുലിനെ ഇങ്ങനെ ഇതാക്കിയിട്ട് ഭയങ്കര വിഷമായി. അപ്പൊ എല്ലാരും കൂടി എങ്ങനെയും രാഹുൽ മാങ്കൂട്ടൻ ജയിലിൽ നിന്ന് തിരിച്ചു വരുമ്പോ നല്ലൊരു സ്വീകരണം കൊടുക്കണം. നമ്മുടെ ജനങ്ങളുണ്ടോ ഒപ്പം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാൻ ഭയങ്കര വിഷമം. ഞങ്ങൾക്ക് വീട്ടമ്മമാർക്കൊക്കെ ഇവിടെ ഇരുന്നിട്ട് ചെയ്യാം. ഞങ്ങളൊക്കെ ഈ പാലക്കാട് ഉള്ളവരാണ്. ഞങ്ങൾക്ക് പത്തനംതിട്ടയിലേക്ക് ഒന്നും വരാൻ പറ്റില്ല. നിസ്സഹായരായി നിൽക്കുന്നവർ. അപ്പോൾ വലിയൊരു ജനക്കൂട്ടം പോയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വീകരിക്കണം. ജനങ്ങളുണ്ടോ ഒപ്പം എന്നുള്ളത് ഒന്ന് കാണിച്ചു കൊടുക്കണം. അത്രയും വിഷമത്തോടു കൂടിയാണ് ഞാൻ ഇത് വിളിക്കുന്നത്. ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ഞാൻ പറയാം, നമുക്കും ഇത് എനിക്ക് അതേ പ്രായത്തിലേക്ക് മക്കളുണ്ട്. ഞാൻ വിചാരിച്ചു പാലക്കാട് വന്നാൽ പോയി കാണണം. നാളെ എല്ലാ ആഗ്രഹങ്ങളുണ്ടൊക്കെ ആളോട് പോയിട്ട് എല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം കൊടുക്കുക. അത്രയും രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ സ്നേഹിക്കില്ല. ഇപ്പൊ ആള് ജയിലൊക്കെ ഞാനിപ്പോ മൊബൈലും TVയും കാണാറില്ല. കാരണം എന്താ വെച്ചാൽ ആളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നും ഈ DYFIക്കാരും BJPക്കാരും ആളേനെയും ഇതാക്കണം. ഒന്നുമില്ല MLA അത് കാണാൻ വയ്യാത്തോണ്ട് ഞാൻ TV കാണില്ല, മൊബൈല് കാണില്ല. അത്രയും വിഷമത്തിലാണ്. ഇതിനൊരൊറ്റ ഒന്നേ ഉള്ളൂ, ജനങ്ങൾ സംഘടിച്ച് ആൾക്ക് നല്ലൊരു സ്വീകരണം ജയിലിൽ നിന്ന് വരുമ്പോൾ നമ്മൾ ഉണ്ടെന്ന്. ഞങ്ങൾ പെണ്ണുങ്ങൾ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഈ ഒരു പരിമിതിക്കുള്ളിൽ നിങ്ങൾ ആണുങ്ങളെ കുറെ ആൾക്കാരെ ഉള്ളവരെയൊക്കെ സംഘടിപ്പിച്ചത്. അത് ഞാൻ പറഞ്ഞു, പാലക്കാട്ടിൽ നിന്ന് ഒരു ബസ് ഉണ്ടെങ്കിൽ ഞാൻ അതിൽ കയറിപ്പോരും. ഞാൻ കൊല്ലത്തുനിന്ന്. പേര് മണി. കേട്ടും കണ്ടും അങ്ങ് മടുത്തു ഈ രാഷ്ട്രീയ കളി. ഒരു വിധത്തിൽ വയ്യ. TV ഉറക്കാൻ വയ്യ, മൊബൈലിൽ കാണാൻ. ഞാൻ മൊബൈലിലാ കാണുന്നത്. എനിക്ക് ഞാൻ ഈ വാർത്ത കേൾക്കുന്ന മാത്രമേ ഉള്ളൂ. പിന്നെ നമ്പർ എനിക്ക് കാണാൻ വയ്യ. എന്റെ മോളെ കൊണ്ട് ഈ ഒരു ചാനലിന്റെ നമ്പരേ ഞാൻ അടിച്ചിട്ടുള്ളൂ. എന്തൊരു കഷ്ടമാണ് ഈ ഇത് കണ്ട് ഇലക്ഷന് വേണ്ടിയിട്ട്, ഈ വോട്ടിന് വേണ്ടിയിട്ട് ഈ ദ്രോഹം ഈ പാർട്ടികൾ ചെയ്യുന്ന എന്തിനാ? സാധാരണ വീട്ടമ്മമാർക്ക് പോലും മനസ്സിലായില്ല ഇതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്താ, കളി എന്താ. വിദ്യാഭ്യാസം ഒന്നുമില്ല, എനിക്കൊന്നും അറിഞ്ഞൂടാ ഈ മൊബൈലിന്റെ പണി. ഈ പെൺപിള്ളേരെല്ലാം അവരെ കുടുംബ പ്രശ്നം പരിഹരിക്കാൻ രാഹുലിനെ വിളിക്കുന്നതിന്റെ കാര്യം അവരെ നാട്ടിൽ ആളില്ലേ? ഇവരെ പറ്റ മാതാപിതാക്കന്മാരില്ലേ? അവരെ കുടുംബത്താളില്ലേ? ഈ പെണ്ണുങ്ങളെല്ലാം രാഹുലിനെ വിളിക്കുന്ന കാര്യം എന്ത്? കുടുംബ പ്രശ്നം പരിഹരിക്കാൻ. ഇവരെ ഭർത്താക്കന്മാര് വിചാരിച്ച അവർക്ക് കൊച്ചുങ്ങളുണ്ടാവത്തില്ല. ഈ രാഹുലിന്റെ കൊച്ചിനെ തന്നെ ഈ അബോർഷൻ ചെയ്ത് കളയുന്ന എന്തുവാ? പെണ്ണ് കൊച്ചിനൊരു സങ്കടം ഇട്ടേക്കുന്ന, പക്ഷെ അത് കേൾക്കുമ്പോൾ മനുഷ്യന് വേദന വരും. ഇവളുമാര് പോയിട്ടല്ലേ ഈ കാണുന്ന ഉടനെ അങ്ങ് കടന്നു കൊടുക്കൂ.
എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്നത്. ഇന്നലെ ഈ മൊബൈൽ ചാനലിൽ തന്നെ പറയുന്ന കേട്ട് 18 പേരും കണ്ടോണ്ടെന്ന്. അപ്പൊ ഈ നാട്ടിലുള്ള പെണ്ണുങ്ങളുടെ നമ്പർ എത്രയും രാഹുലിന്റെ അവിടെ പോയ ആളുകളുടെ നമ്പരെല്ലാം ഇവിടെ കയ്യിലുണ്ട്. ഇതൊരു കഷ്ടം. ഞങ്ങൾക്ക് എനിക്ക് 75 വയസ്സുണ്ട്. പക്ഷെ ഈ ആക്ഷേപങ്ങൾ കേട്ടിട്ട് തൊലി ഉരിഞ്ഞു പോകുന്നു. ഇവനെയും രണ്ടുപേരും തെറ്റുകാർ. ഇവരെയൊക്കെ മാതാപിതാക്കന്മാരും സഹോദരങ്ങളും ഒക്കെ എങ്ങനെ ഇറങ്ങി പുറത്ത് നടക്കും? ഒരു കുഞ്ഞ് ജനിച്ച് അതിൻ്റെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്നും പറഞ്ഞ് നോക്കി ഇരുന്ന് പറക്കമുറ്റാൻ പ്രായമാകുമ്പോൾ ഇന്ന് പോരെങ്കിൽ ഈ മൊബൈലും ഉണ്ട്. ഏത് രാജ്യത്ത് കിടക്കുന്നതിനെയും വിളിച്ച് ബന്ധപ്പെട്ടും കൊണ്ട് അവിടെയൊക്കെ തോന്നിയ ദിവസം വീട്ടിലിരിക്കുന്ന മാതാപിതാക്കന്മാരറിയൂ ഇവനും ഇവളും ഒക്കെ എവിടാ പോകുന്നു. ചാറ്റ് ചെയ്ത് പരിചയപ്പെട്ടെന്ന് പറയും. എന്തുവാ ഈ ലോകം? അല്ല, ഒരു പെണ്ണ് തന്നെ പോയി അവര് തന്നെ മുറി എടുത്തു കൊടുക്കുന്നു, ഇവന് ചെരുപ്പ് മേടിച്ചു കൊടുക്കുന്നു, നിക്കർ മേടിച്ചു കൊടുക്കുന്നു, പോക്കറ്റ് മണി കൊടുക്കുന്നു, ഫ്ലാറ്റ് മേടിക്കാനായിട്ട് കൊടുക്കുന്നു. എന്നിട്ട് അവസാനം ബലാത്സംഗം ചെയ്തെന്ന് നിലവിളി കടിച്ചു കീറിയെന്നും പിച്ചു കീറിയെന്നും ആർക്കെങ്കിലും ഒരു വേദന. ഇതുവരെ ഏതെങ്കിലും ഒരു സ്ത്രീ ഭ്രൂണമെടുത്ത് ഗർഭചിത്രം നടത്തിയ ഭ്രൂണമെടുത്ത് വെച്ചെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ട്. എത്ര നാൾ കൊണ്ട് എടുത്ത് വെച്ചേക്കുന്നു? എത്ര വർഷത്തെ ഭ്രൂണം അത്? എനിക്ക് വിദ്യാഭ്യാസമില്ല, വെറും 5ാം ക്ലാസ് വിദ്യ. പക്ഷെ ന്യായം പറയാനും കേൾക്കുന്ന ശരിയും തെറ്റും മനസ്സിലാക്കാനും അറിയാം. ഇത്രയും സത്യമില്ലാത്ത ലോകം. പക്ഷെ ഇതിന് കൂട്ടുനിൽക്കുന്നതും ചെയ്യുന്നവരും അവൻ ചെയ്തിട്ടുണ്ടെങ്കിലും മനുഷ്യന്റെ കോടതിയിൽ ന്യായം കിട്ടിയാലും ദൈവത്തിന്റെ മുമ്പിൽ ഈ ആളുകളെല്ലാം എണ്ണി കണക്കുക. അതിനേക്കാളും വലിയ കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നു. നാട് ഭരിക്കുന്ന ഏത് പാർട്ടി ആയാലും എനിക്ക് ഇന്ന പാർട്ടി എന്നൊന്നുമില്ല. നമ്മുടെ കാര്യം നടക്കണം, അത്രയേ ഉള്ളൂ. നാട് ഭരിക്കുന്ന ആരായാലും നല്ല രീതിയിൽ ഭരിച്ച ഈ പരാക്രമത്തിന്റെ ആവശ്യമൊന്നുമില്ല. മനുഷ്യന് തിരിച്ചറിയാൻ കഴിവുണ്ട്. ഇന്ന പാർട്ടി ഇരുന്നപ്പം നല്ലതാണ് നടന്നിരുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.